ഹലോ എവരി വൺ, വെൽക്കം ടു യുവർ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഖലീൽ ഗിബ്രാൻ എഴുതിയ ഫിയർ എന്ന പോയമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയമാണ്, എങ്കിലും ഒരുപാട് ഹിഡൻ ആൻഡ് ഇന്നർ മീനിങ്സ് ഉണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതുമായ ഒരു പോയമാണ് ഫിയർ. ആദ്യം തന്നെ ഞാൻ ഈ ഒരു പോയത്തിൻ്റെ ഒരു ലിറ്ററൽ മീനിങ് പറഞ്ഞു തരാം, അതിനുശേഷം നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ചർച്ച ചെയ്യാം. നമ്മുടെ ഈ ഒരു പോയറ്റ് ഒരു ഇമേജ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു റിവറാണ്. ഈ പോയത്തിൽ മെയിനായിട്ടുള്ള ഇമേജ് എന്ന് പറയുന്നത് ഒരു റിവറാണ്. ആ റിവറിനെ ഒരു വുമൺ ആയിട്ടാണ് പോയറ്റ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സ്ത്രീ ആയിട്ടാണ് ആ റിവറിനെ പോയറ്റ് ഈ ഒരു പോയത്തിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു പോയം വായിക്കുമ്പോൾ ഈ റിവറിന് ഒരു ജീവനുള്ള ഒന്നായിട്ട് ഓർക്കുക. റിവറിന് ജീവനുണ്ടെന്ന് വിചാരിക്കുക. അതിനും നമ്മളെ പോലെ തന്നെ പല ഫീലിങ്സും ചിന്തകളും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഓർത്തുകൊണ്ട് ഈ ഒരു പോയം വായിച്ചു നോക്കിയാൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമുക്കത് മനസ്സിലാവും. അപ്പോൾ നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ റിവേഴ്സും മൗണ്ടെയിൻസിൽ നിന്നൊക്കെയാണ് ഉത്ഭവിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ പോയത്തിലെ റിവറും ഒരു മൗണ്ടെയിനിൽ നിന്ന് ഉത്ഭവിച്ച് പല വഴികളിലൂടെ ഇങ്ങനെ ഒഴുകി വരികയാണ്. അതിന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫോറസ്റ്റിലൂടെയും വില്ലേജസിലൂടെയും ഒക്കെ വളരെ ഹാപ്പി ആയിട്ട് ഈ റിവർ ഒഴുകിയാണ്. അപ്പം ഈ ഫോറസ്റ്റും മൗണ്ടെയിനും വില്ലേജും എല്ലാം ഈ റിവറിനെ സംബന്ധിച്ച് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഒഴുകാനായിട്ട് റിവറിന് ഭയങ്കര കംഫർട്ടബിളാണ്. വളരെ കംഫർട്ടബിളായിട്ട് ഹാപ്പി ആയിട്ട് ഒഴുകുന്ന ഒരു റിവർ. പക്ഷേ ഈ റിവറിന് എപ്പോഴും വെറുതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല. അത് എവിടെയെങ്കിലും വന്ന് അവസാനിക്കും, അല്ലെങ്കിൽ ആ റിവർ ഒഴുകി ഒഴുകി എവിടെയെങ്കിലും എത്തിച്ചേരും. ഈ റിവർ അങ്ങനെ ഒഴുകി അവസാനം എത്തിച്ചേരാനായിട്ട് പോകുന്നത് ഓഷ്യനിലാണ്. അപ്പോൾ റിവർ ഇങ്ങനെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന ഈ റിവർ അവസാനം ഓഷ്യനിലാണ് എത്തിച്ചേരേണ്ടത് എന്ന് റിയലൈസ് ചെയ്യുന്നു. ഈ റിവർ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ദൂരെയായിട്ട് ഓഷ്യൻ കാണുന്നു. അപ്പോൾ റിവർ റിയലൈസ് ചെയ്യുവാണ്, ഞാൻ ഇനി ഒഴുകി ഈ ഓഷ്യനിലേക്കാണ് എത്തിച്ചേരാനായിട്ട് പോകുന്നത്. സോ ആ ഒരു ടൈമിൽ റിവറിന് ഭയങ്കരമായിട്ട് ഒരു പേടി ഉണ്ടാവുകയാണ്, ഫിയർ. സോ നമ്മുടെ ഈ ഒരു പോയത്തിൻ്റെ ടൈറ്റിൽ അതാണ് സൂചിപ്പിക്കുന്നത്. അത്രയും നാൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒതുങ്ങിക്കൂടി അതിൻ്റേതായിട്ടുള്ള ഒരു ലോകത്തായിരുന്നു റിവർ ഒഴുകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പരിചയവുമില്ലാത്ത ഒരു ഓഷ്യനിലേക്കാണ് ഈ റിവർ എത്തിച്ചേരാനായിട്ട് പോകുന്നത്. സോ അവിടെ എന്താണ് സംഭവിക്കുന്നത്? റിവറിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. റിവർ ഓഷ്യനിൽ എത്തിച്ചേർന്നാൽ പിന്നീട് അതിന് റിവർ എന്ന് പറയാൻ പറ്റില്ലല്ലോ, അത് പിന്നെ ഓഷ്യൻ്റെ പാർട്ടാണ്. സോ റിവർ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി ആ ഓഷ്യനിലേക്ക് വന്ന് ചേരുമ്പോൾ ഡിസപ്പിയർ ആയിട്ടാണ് പോകുന്നത്. സോ ഇതെല്ലാം ഓർക്കുമ്പം റിവറിന് ടെൻഷൻ ആവാണ്, റിവറിന് പേടിയാവുകയാണ്. പുതിയൊരു കാര്യം, റിവറിൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന പുതിയൊരു ചേഞ്ച്, അല്ലെങ്കിൽ റിവറിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതിനെ ഓർത്ത് റിവറിന് പേടിയാവുകയാണ്. അതാണ് ഫിയർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ റിവറിന് ഒരിക്കലും തിരികെ പോകാനായിട്ട് പറ്റില്ല, തിരികെ ഒഴുകാനായിട്ട് പറ്റില്ല. സോ അതിന് മുന്നോട്ട് തന്നെ ഒഴുകി പോകാനേ പറ്റത്തുള്ളൂ. റിവേഴ്സ് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. സോ അത് മുന്നോട്ട് തന്നെ ഒഴുകാൻ തീരുമാനിക്കുന്നു. ആ ഒരു ഫിയറിനെ മാറ്റി നിർത്തി പോട്ടെ, ആ ഒരു പേടിയില്ലെങ്കിൽ അതിന് ആ ഒരു ഓഷ്യനിൽ ചേരാനായിട്ട് പറ്റും. അതുകൊണ്ട് ആ റിവർ സ്വന്തമായിട്ട് ധൈര്യം പകർന്ന് ആ ഒരു ഓഷ്യനിൽ എത്തിച്ചേരുന്നു. സോ ഇവിടെ റിവറിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട് അത് ഓഷ്യൻ്റെ ഭാഗമായിട്ട് ചേരുന്നു. സോ അതിനെ നമുക്കൊരു നെഗറ്റീവായിട്ട് കാണണ്ട, അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് എങ്ങനെയാണ് പറയാനായിട്ട് സാധിക്കുക? ആ റിവറിന് അതിൻ്റെ ജീവിതത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടായി, അല്ലെങ്കിൽ അത്രയും നാളും സ്വന്തം ഫെമിലിയർ അല്ല ഒരു കംഫർട്ട് സോണിൽ ഒതുങ്ങിയിരുന്ന റിവർ കുറച്ചും കൂടെ ഗ്രേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ ബിഗർ ആയിട്ടുള്ള ഒന്നിൻ്റെ പാർട്ടായിട്ട് മാറുകയാണ് ചെയ്തത്. സോ ഇതാണ് ഈ ഒരു പോയത്തിൻ്റെ ഒരു ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്കിതെങ്ങനെയാണ് നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരു കംഫർട്ട് സോണിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. വലിയ റിസ്കുകളൊന്നും ഇല്ലാതെ, പുതിയ കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാതെ നമ്മുടേതായിട്ടുള്ള ആ ഒരു ചെറിയ ലോകത്ത് ഒതുങ്ങിക്കൂടി ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് കൂടുതലും. പക്ഷേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിലൊരു ചേഞ്ച് വരുമ്പം, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുമ്പം നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു ടെൻഷൻ, നമുക്കുണ്ടാവുന്ന ഒരു പേടി, ഇനി മുന്നോട്ട് എന്താകും? ഇത്രയും നാൾ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു, പക്ഷേ ഇനി ഒരു മാറ്റം ഉണ്ടാകുമ്പം എൻ്റെ ജീവിതം എങ്ങനെയാകും എന്നുള്ള ആ ഒരു പേടി, അതിനെയാണ് പോയിട്ട് ഈ ഒരു റിവറിൻ്റെ ഫിയറിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, നമുക്ക് കൂടുതൽ ആൾക്കാരും സ്റ്റേജ് ഫിയർ ഉണ്ടായിരിക്കും. അപ്പം എപ്പോഴും എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് ഒക്കെ നടത്തുമ്പോൾ നമുക്കെപ്പോഴും മുമ്പിൽ പോയിരുന്ന ഒരു ഓഡിയൻസിൻ്റെ പാർട്ടാവാനാണ് നമുക്ക് താല്പര്യം. ആ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുക എന്നുള്ളത് കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് കുറച്ച് ടെൻഷനുള്ള കാര്യമായിരിക്കും. പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ ആ ഒരു ഓഡിയൻസിൽ നിന്ന് മാറി ഒരു പെർഫോമറായിട്ട് മാറുമ്പം ആ ഒരു പേടി മാറ്റിയ പിന്നെ നമുക്ക് പബ്ലിക്കിനെ പേടിയില്ല, സ്റ്റേജ് ഫിയർ ഇല്ല. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ച കാര്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ ജീവിതത്തിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പം ആ അപ്പം നമുക്കുണ്ടാകുന്ന ആ ഒരു ഫിയർ,
അതിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കെന്താണ് ബാക്കിയെല്ലാം വളരെ സ്മൂത്തായിട്ട് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഈ അനാവശ്യ ടെൻഷൻസും ഫിയറും എല്ലാം മാറ്റി വെക്കണം. ഫിയർ എന്ന് പറയുന്നത് മനുഷ്യൻ എന്താണ് വളരെ കോമൺ ആയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. പക്ഷേ എന്നാണോ നമുക്ക് ആ ഒരു ഫിയറിനെ ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നത്, പിന്നെ നമുക്കൊന്നിനും എന്താണ് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്ത് കാര്യം ചെയ്യാനായാലും നമുക്കൊരു പേടി, ടെൻഷനൊന്നും ഉണ്ടാവില്ല. ആ ഒരു പേടി മാറ്റി നിർത്തി നമുക്ക് നമ്മുടെ ലൈഫ് വളരെ കംഫർട്ടബിളായിട്ട് ജീവിക്കാനായിട്ട് പറ്റും. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയത്തിൻ്റെ മീനിങ്. നമ്മുടെ ലൈഫിനെ അങ്ങ് എന്താണ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വിടുക. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും ഇനി എന്താണ് സംഭവിക്കുന്നത് പറയാനായിട്ട് പറ്റൂല. സോ എന്തൊക്കെ സംഭവിച്ചാലും അതിനെല്ലാം നേരിടുക, അല്ലെങ്കിൽ അതിനെല്ലാം ഓവർകം ചെയ്യാം എന്നുള്ളൊരു ധൈര്യം നമുക്കുണ്ടാവണം. അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് വേണം നമുക്ക് ജീവിക്കാൻ. എന്തായാലും നമുക്ക് തിരിച്ച് പോവാനായിട്ട് പറ്റില്ല. ജീവിതം മുന്നോട്ട് തന്നെ പോകും. സോ അത്രേ ഉള്ളൂ ഈ ഒരു പോയം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.